എല്ലാത്തരം വെഹിക്കിൾസ് ഉണ്ട്. അതായത് സാധാരണക്കാർക്ക് പറ്റിയ ഏകദേശം 50,000 തൊട്ടല്ലേ ഇവിടെ വണ്ടികൾ? 50,000 മുതൽ 50 ലക്ഷം വരെ 50 ലക്ഷം വരെയുള്ള വണ്ടികൾ. ആപ്പും ഉണ്ട്. മോഡൽസ് എന്നുള്ള ഒരു ആപ്പ് ഉണ്ട് നമുക്ക്. നമ്മളെ ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഫോട്ടോസ്, അതിന്റെ ഡീറ്റെയിൽസ്, പ്രൈസ്, കാര്യങ്ങൾ, കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ടാവും. അതിൽ പറയുന്ന പ്രൈസ് തന്നെ ആയിരിക്കും? ആസ്കിംഗ് പ്രൈസ് ആണ്. നമുക്ക് ചെറിയ രീതിയിൽ വ്യത്യാസം വരുത്തി കൊടുക്കാം. ഇവിടെ ഏകദേശം ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ വണ്ടികളാണ് ചെയ്യാറ്. കൂടുതലും ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്. ഓക്കെ. അപ്പൊ വാറന്റി ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അധിക വണ്ടികൾ അതായത് കമ്പനി വാറന്റി അല്ലാതെ നിങ്ങളെ വാറന്റി? ഏകദേശം ഒരു 2017 മുതലുള്ള വണ്ടികൾക്ക് നമുക്ക് വേറെ പ്രൈവറ്റ് ടീമിനായിട്ട് ടൈപ്പ് ആയിട്ട് ഒരു വർഷത്തെ വാറന്റി എടുത്തു കൊടുക്കാം അല്ലേ? ഏറ്റവും മോഡൽ കുറഞ്ഞതിന് ചെയ്യാൻ പറ്റില്ല. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാനുള്ളത് HM മോട്ടോഴ്സിലാണ്. ഇന്നത്തെ വീഡിയോ രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒരു 7 സീറ്ററിന്റെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു SUV. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ആഷിം ഭായ് ആണ്, ഇതിന്റെ മാനേജറാണ്. ആഷിം ഭായ് എന്തൊക്കെ? സുഖല്ലേ? പിന്നെ ഇതില് കുറച്ച് മോഡൽ കൂടിയ വാഹനങ്ങളൊക്കെ കാണിച്ചിരുന്നേ. ഈ എപ്പിസോഡിൽ കുറച്ച് ചെറിയ വാഹനങ്ങൾ, സാധാരണക്കാർക്കുള്ള ആൾട്ടോ, സെലേറിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ കാണിച്ചു കൊടുക്കാന്നുള്ളത്. അതുകൂടി ഈ എപ്പിസോഡിൽ അതുകൂടി കാണിച്ചു കൊടുക്കാം. ഓക്കെ. ഇപ്പൊ ഏകദേശം ഒരു 10-25 വണ്ടി ഉണ്ടാവില്ലേ ഇപ്പൊ ഇന്നത്തെ വീഡിയോയില്? ഇത് എങ്ങനെ കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് വരുന്നത് മലപ്പുറം ജില്ലയില് മഞ്ചേരി കളത്തുമ്പടി എന്നാണ് പ്രോപ്പർ പ്ലേസ് നെയിം വരുന്നത്. അതായത് മഞ്ചേരി നമ്മള് അരീക്കോട് വയനാടൊക്കെ പോകുന്നത്. മഞ്ചേരി 4 കിലോമീറ്റർ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. ഫോഗന്റെ വെൻഡോ ഇതാണ് മോഡൽ തന്നെ. അത് ഈ ഒരു വാഹനം, ഇതും ഈ രണ്ട് വാഹനം, ഇത് അപ്പുറത്ത് വരുന്നത് ഡിസയർ ആണ്. രണ്ടും ഡീസലില് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഡീസലിൽ ഓട്ടോമാറ്റിക് റയർ ആയിട്ട് വരുന്ന ഒരു സാധനമല്ല. ഡീസൽ ഓട്ടോമാറ്റിക് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ. സെഡാനില് ഡീസൽ ഓട്ടോമാറ്റിക്. ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാം. 2017 മോഡലാണ്. 13 മോഡലാണ്. 17 മോഡലാണ്. ഒറിജിനൽ കേരള സെക്കൻഡ് RC ആണ്. ഓക്കെ. 70,000 കിലോമീറ്റർ ഓടിയ വാഹനം. കറക്റ്റ് സർവീസോ കാര്യങ്ങളുള്ള റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വാഹനം. ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ. എത്ര കൊടുക്കാം? ചോദിക്കുന്നത് 7,75,000 രൂപ. 7,75 ചോദിക്കുന്നത്. 2017 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ. അപ്പൊ വാഹനം വിളിച്ചോ. ഇവിടെ ഒരു ഡിസൈർ നോക്കാം. ഇത് എങ്ങനെയാണ്? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. VDI ഓപ്ഷനിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ഡിസൈർ. 2017 ആണ് മോഡൽ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 49,000 കിലോമീറ്റർ ഓടിയ ചെറിയ ഓട്ടോ ഓടിയ ഒരു വാഹനമാണ്. ചോദിക്കുന്നത് 6,65,000. 6,65 ചോദിക്കുന്നത്. അതും ഡീസൽ ഓട്ടോമാറ്റിക് അല്ല? അതെ. ഇത് പിന്നെ ടൈപ്പ് 3 ഇറങ്ങിയ ഡിസൈർ ആണ്. അതെ. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല. പക്ക വണ്ടിയാണ്. അതെ. ഓക്കെ. അപ്പൊ ഇത് എത്ര പൈസ ഇറക്കാം? ഒരു 80,000 രൂപ ഇറക്കാൻ പറ്റുക. ഓക്കെ. അപ്പൊ വേണം വിളിച്ചോ. ഇവിടെ ഒരു റിഡ്സ് കാർ നോക്കാം. ഇത് എങ്ങനെയാണ്? ഇത് 2013 മോഡലാണ്. പെട്രോൾ വണ്ടിയാണ് അല്ല? 1,25,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. ഓക്കെ. റിഡ്ജിൽ പെട്രോൾ വണ്ടികൾ കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. അതെ. ഇവിടെ ഒരുപാട് വണ്ടികളുള്ള ഡീസലാണ്. പെട്രോൾ പൊതുവെ മാർക്കറ്റിൽ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. അതെ. ഓക്കെ. ഇതെങ്ങനെ നിങ്ങള് ചോദിക്കണല്ല? 3,35,000. 3,35 ചോദിക്കുന്നു. 2013 മോഡല്. 13 മോഡൽ VXI. ഒരു 50 ഉറുപ്പിക ഇറക്കാൻ പറ്റൂല. ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. അതിന്റെ ഒരു വെർണ ഡീസൽ വണ്ടി അല്ലെ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ കൂടുതൽ മൈലേജ് ഉണ്ട്. 2014 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. ഇതാവുമ്പോ നമുക്ക് ഏകദേശം 5,65,000 രൂപ. 5,65 കൊടുക്കല്ലേ? ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റീപ്ലേസ് ക്വാളിറ്റി വരുന്ന വാഹനം. ക്വാളിറ്റി വണ്ടി. ഓക്കെ. ഇവിടെ ഒരു ഹോണ്ട സിറ്റി. ഇത് ഡീസൽ വണ്ടി. ഡീസൽ വാഹനം. 2014 മോഡൽ. 14 ഹോണ്ട സിറ്റി ആണ്. ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? SP എന്ന വേരിയന്റ് വരും. സൺറൂഫ് ഒന്നും ഇല്ലല്ലോ? സൺറൂഫ് ഇല്ല. മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ. ഡീസൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം മൈലേജ് ഉള്ള വാഹനമാണ്. ഓക്കെ. അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും. 1,30,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ചോദിക്കുന്നത് 4,90,000. 4,90 ചോദിക്കുന്നത്. 2014 ഡീസൽ വണ്ടിയാണ്. 4,90 ചോദിച്ചിട്ടുള്ളത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു ഹൂണ്ടായിന്റെ വെർണ 2013 മോഡല്. 2013 വണ്ടി അല്ല? ഇത് ഡീസൽ ആണ്. ഡീസലിന്റെ മാനുവൽ വണ്ടി. 85,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഈ റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഇതിന് വരുന്നത് 4,25,000 രൂപ. 4,25 നിങ്ങൾ ചോദിക്കുന്നത്.
നെഗോഷ്യബിൾ ആണ് അല്ലെ? നിങ്ങൾ ഇവിടെ ചോദിക്കുന്ന വില അല്ലല്ലോ, എന്തായാലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കില്ലേ? അതെ, നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കോട്ടാ. ഒരു 25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. WRV ആണ്, ഹോണ്ടന്റെ വണ്ടിയാണ്, ഡീസലാണ്. ഇത് മോഡൽ എത്ര? 2017 മോഡൽ. ഓക്കെ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. VX ഫുൾ ഓപ്ഷൻ വാഹനം. ഡീസലാണ്, അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉള്ള വണ്ടി അല്ലേ? ഓട്ടം 92,000 ഓടിയിട്ടുണ്ടല്ലേ? എന്തെങ്കിലും റീപ്ലേസ്? കമ്പനി തന്നെയാണ്, കമ്പനി സർവീസ് ഉള്ള ഒരു വണ്ടിയല്ല. ഓക്കെ. റീപ്ലേസ് ഷോറൂം തന്നെ മാറിയാണ്, ഗ്ലാസ് മാത്രം. ഓക്കെ. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? 7,65,000 രൂപ ചോദിക്കുന്നുണ്ട്. മാക്സിമം വില പൊട്ടിച്ചു കൊടുക്കില്ല. ഇത് ഇറക്കാൻ എത്ര പൈസ വേണ്ടി വരും? 1,00,000 രൂപ വേണ്ടി വരും. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ, ഇത് 2015 മോഡലാണ്. VDI ഡീസൽ. VDI ആണ് ഓപ്ഷൻ വരുന്നത്, ഡീസൽ വണ്ടിയാണ്. 15 മോഡൽ. 15 മോഡൽ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഒന്നുമില്ല. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത വാഹനം. നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരു വാഹനമാണ്. ഇത് എത്ര കൊടുക്കാം? 4,60,000 രൂപ. 460. 2015 VDI ആണ്, ഡീസൽ. ഓക്കെ. 2016 മോഡലാണ് ബ്രസ് വരുന്നത്. വിറ്റാര ബ്രസ് ആണ്. എങ്ങനെയാണ്? 2016 മോഡൽ. ZDI ഓപ്ഷൻ ആണ്. ZDI ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. എത്ര ഓട്ടം ഉണ്ട്? 92,000 കിലോമീറ്റർ ഓടിയ 92 ഓടിയിട്ടുണ്ട് അല്ലേ? ഇതാകുമ്പോൾ നമുക്ക് 6,75,000 രൂപ. 6,75. ഓക്കെ. എത്ര മോഡൽ പറഞ്ഞു നിങ്ങൾ? 2016 മോഡൽ. 16 മോഡൽ അല്ല? ഓക്കെ. അപ്പൊ പണം വിളിച്ചോ. ഇവിടെ ഒരു മാരുതിന്റെ സെലേറിയോ അല്ലെ? ഇത് ഓട്ടോമാറ്റിക് ആണ്? ഓട്ടോമാറ്റിക് തന്നെ. VXI ഓട്ടോമാറ്റിക്. ഓക്കെ. VXI ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര 14 മോഡല് സെലേറിയോ ഓട്ടോമാറ്റിക്. 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്തൊക്കെ റീപ്ലേസ് ഉണ്ടാവില്ലേ? റീപ്ലേസ് ഇല്ല, ചെറിയ പെയിന്റ് വർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ടച്ചപ്പൊക്കെ ഉണ്ടാവും. റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ട് പേർക്കൊന്നുമില്ല അല്ല? ക്വാളിറ്റി വണ്ടി. അതെ. എത്ര കൊടുക്കാം? ഇതാവുമ്പോ 3,00,000 രൂപ. 3,00,000 രൂപ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഇതൊക്കെ എത്ര പൈസ ഇറക്കുക? ഇതൊക്കെ ചെറിയൊരു 50,000 രൂപ. 50,000 രൂപ ഉണ്ടെങ്കിൽ മതിയാവും അല്ലെ? അപ്പൊ പണം വിളിച്ചോ. ഇത് എങ്ങനെയാണ് മോഡല്? 2012 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനം, LXI. അതുപോലെ തന്നെ ഇതുവരെ ഫുൾ കമ്പനി റെക്കോർഡ് ഉള്ളതാണ്. കമ്പനി തന്നെ ഫുള്ള് സർവീസ് ഉള്ളതാണ്. നല്ല ഷോറൂം കണ്ടീഷൻ. അതെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നതാണ്. ഓക്കെ. പവർ വിൻഡോ വണ്ടി ചെയ്തില്ല? ഇല്ല ചെയ്തിട്ടില്ല. 12 ലാസ്റ്റ് വണ്ടിയാണ്, LXI ആണ്. എത്ര കൊടുക്കാം? ഇത് 1,80,000 രൂപയാണ് ചോദിക്കുന്നത്. 1,80 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. വണ്ടി ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിംഗിൽ ചോദിക്കുന്നത്. അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. ഫുൾ കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനമാണ്. അപൂർവമായിട്ട് കിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു വണ്ടി. ആൾട്ടോ കാറിൽ ഇത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം അല്ല? ഓക്കെ. അപ്പൊ വാഹനം ആൾട്ടോ 800 നോക്കല. ഇതെങ്ങനെയാണ്? ഇത് 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആകെ 30,000 കിലോമീറ്റർ മാത്രം ഓടിയ. 30,000 ഓടിയിട്ടുള്ളൂ. LXI ആണ് ഓപ്ഷൻ. LXI ആണ്. ഓക്കെ. കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ. വണ്ടി റീപ്ലേസ് ചെയ്യുന്നില്ല. ഓക്കെ. തന്നെ വരുന്ന 10 റേസ് അല്ല? അതെ. ഓക്കെ. എത്ര കൊടുക്കുക? ഇത് 2,50,000 രൂപ. 2.5 ചോദിക്കുന്നുണ്ട്. ഓക്കെ. 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 30,000 കിലോമീറ്റർ ഓടിയ. ഓക്കെ. ഇതൊക്കെ എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഒരു 70,000 രൂപ ആ ഒരു റേഞ്ച് പേയ്മെന്റ്. ഓക്കെ. വണ്ടി വേറെ തട്ടുമുട്ടൊന്നുമില്ല. ക്വാളിറ്റി വണ്ടി. അപ്പൊ വാഹനം വിളിച്ചോ. ഈ ക്ലാസ് ആണ്. E270. ഓക്കെ. കുറച്ചൊരു കേരള വാഹനമാണ്. നിലവിൽ ഇപ്പോ 1,10,000 കിലോമീറ്റർ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. മോഡൽ എത്ര? 2004. ഓക്കെ. പേപ്പർ പുതിയ എടുത്തിക്കണ? 2029 വരെ ഉണ്ടല്ലേ? എങ്ങനെയാണ് മോഡൽ ഈ ഓട്ടം കാര്യങ്ങളൊക്കെ? 1,10,000 ആണ്. വണ്ടി റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ്. എന്തുപാട് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ? ഇപ്പൊ നിലവിൽ പെൻഡിങ് ആയിട്ട് ഒന്നുമില്ല. വർക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ് ആണ്. ചെറിയ ബഡ്ജറ്റിൽ ഒരു ബെൻസ് കാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് 5,00,000 രൂപ. 5,00,000 രൂപ ചോദിക്കുന്നുണ്ട് അല്ലേ? ഇത് ലോണൊന്നും കിട്ടൂല അല്ലേ? ഒന്നും കിട്ടൂല. റെഡി ക്യാഷ് കൊണ്ടുവന്നാൽ കൊണ്ടുപോവാം. ഓക്കെ. അപ്പൊ വാഹനം വിളിച്ചു. ഇത് ഡീസൽ മാനുവൽ ആണ്, ഫുൾ ഓപ്ഷൻ വാഹനം. 2018 മോഡൽ. ഓക്കെ. പറഞ്ഞോളൂ. 63,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. സർവീസ് കാര്യങ്ങളൊക്കെ? സർവീസ് ഫുൾ കമ്പനി തന്നെയാണ്. ഒരു ഡോറിന്റെ ക്ലെയിം വന്നിട്ടുണ്ട്. ഡോർ റീപ്ലേസർ ആണ്. കമ്പനി തന്നെ മാറി. സ്റ്റെറിയിൽ വേറെ അപാകതയില്ല. ഇല്ല. വേറെ പുസ്തകങ്ങളൊന്നുമില്ല. ഇതിന് നമ്മൾ ചോദിക്കുന്നത് 12,00,000 രൂപ. 12,00,000 രൂപ. ഡീസൽ മാനുവൽ 2018 ഫുൾ ഓപ്ഷൻ കോമ്പസ്. ഓക്കെ. എല്ലാ ഭാഗം ഫിറ്റ് ആണല്ലോ? ഓക്കെ. ഒരു 1,00,000 രൂപ വേണ്ടി വരും ഇറക്കാൻ? ഏകദേശം 1.5 ലക്ഷം രൂപ വേണ്ടി വരും. ഓക്കെ. അപ്പൊ വാഹനം വിളിച്ചോ.
ഇവിടെ ഒരു വാഗണർ 2009 മോഡൽ 2009. നിലവിൽ ഇപ്പോ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് 2029 വരെ പേപ്പറുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങള്, ഓട്ടം കാര്യങ്ങളൊക്കെ? ഇതിപ്പോ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. 1,00,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഓക്കെ, റീപ്ലേസ് ഒന്നുമില്ല. എല്ലാ ഭാഗവും ഫിറ്റാണ്. മെക്കാനിക് എന്തുകൊണ്ട് ഇപ്പൊ നിലവിൽ പെൻഡിങ് വർക്ക് ഒന്നുമില്ല. ഇനി എടുക്കുന്ന ആൾക്ക് എണ്ണ അടിക്കാൻ ഓടാം, അത്രേ ഉള്ളൂ. ചെറിയ ബഡ്ജറ്റില് വാഹനം നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടി. റീസെന്റ് ആയിട്ട് റീടെസ്റ്റ് എല്ലാം ചെയ്ത വാഹനം. എത്ര കൊടുക്കാം? 1,00,000 രൂപ കൊടുക്കും. 1.5 അല്ലെ? 2009 പുതിയ പേപ്പറിൽ 1.5 ചോദിക്കുന്നുണ്ട്. വാഗണർ ചെറുതായിട്ട് എന്തെങ്കിലും പൊടിച്ചു കൊടുക്കും. ഓക്കെ, ഇവിടെ ഒരു കിഡ് നമുക്ക് നോക്കാം. ഇത് ഓട്ടോമാറ്റിക് വണ്ടി? ഓട്ടോമാറ്റിക് 20 മോഡല്, ആകെ 20,000 കിലോമീറ്റർ ഓടി ഓട്ടോമാറ്റിക്. ഓക്കെ, 20,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ക്ലൈം ഒന്നുമില്ല അല്ലെ? ഇല്ല. ഓക്കെ, എത്ര ഇതിന് നമ്മൾ ചോദിക്കുന്നത് 4,40,000. 4,40 ചോദിക്കണ്ട. വ്യത്യാസം വരുത്തി കൊടുക്കാം. ഓക്കെ, വില പൊടിച്ചു കൊടുക്കും. വേറെ തട്ടുമുട്ടി യാതൊരു അപാകതയില്ല. അത് ക്വാളിറ്റി. എത്ര വയസ്സിന്റെ ഇറക്കാൻ പറ്റും? ഒരു 70,000 80,000 ഡൗൺ പേയ്മെന്റ്. ആ റേഞ്ച് ഉണ്ടെങ്കിൽ മതിയാവൂല, ബാക്കി ലോൺ എടുക്കാൻ പറ്റും. അതെ. ഓക്കെ, അത് വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്ക് ഒരു പൾസ് ഡീസൽ വണ്ടി, ഡീസൽ സിംഗിൾ റെനോൾട്ടിന്റെ അല്ലെ? സിംഗിൾ ഓണർഷിപ്പിൽ ഇതുവരെ ഫുൾ കമ്പനി സർവീസിലുള്ള 2012 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് XL RXL എന്നാണ്. ബാക്ക് വൈപ്പറിൽ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനാ? അല്ല, ഫുൾ അല്ല. അതിന്റെ താഴത്ത് എക്സ്ട്രാ ലെവല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മിഡിൽ ഓപ്ഷനാണ്. ഡീസൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന 20+ മൈലേജ് കിട്ടുന്നു. അത്ര കിട്ടുന്നുണ്ട്. ഇത് എത്ര കൊടുക്കാം? അത് നമുക്ക് 2,80,000. 2,80,000 കൊടുക്കല. ഓക്കെ, കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ, അപ്പൊ വേണം വിളിച്ചോ.